എല്ലാവർക്കും നമസ്കാരം. രമേശ് പാൻറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ജാർഖണ്ഡ് സ്പെഷ്യൽ പിട്ട റെസിപ്പിയാണ്, ദാൽ പിട്ട. ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാൻ ആദ്യം തന്നെ വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഒരു 1.5 കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനൊന്ന് ഇവിടെ അടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ചൂടായി വരും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കണം. ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി തിളച്ച വെള്ളം ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് ഈ തിളച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. വെള്ളം അരിപ്പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ ചൂട് കുറച്ച് മാറും. അപ്പോൾ നമ്മളെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു ചൂടായിരിക്കും. ആ സമയത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ നമുക്കിത് നല്ല സോഫ്റ്റായിട്ട്, തരിതരിപ്പൊന്നും ഇല്ലാണ്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്കിതുപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുഴച്ചെടുത്തിരിക്കുന്ന മാവിനെ നമ്മൾ കവർ ചെയ്ത് വെക്കണം. തുറന്ന് വെക്കാൻ പാടില്ല. തുറന്ന് വെക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. അതിലത്തെ വെള്ളമൊക്കെ നഷ്ടപ്പെടും. ഈർപ്പം പോയിട്ട് അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി വരും മാവ്. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാൻ ഒരു പാൻ ചൂടാക്കിയെടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് കടലപ്പരിപ്പ് കഴുകിയെടുത്തതിന് ശേഷം 1 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പ്, അതിൻ്റെ ചൂട് ഇച്ചിരി മാറി കഴിയുമ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, മണം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്താലും മതി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരിയുടെ മാവുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള ഉരുള എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. ഇനി ഇങ്ങനെ ഉരുട്ടിയെടുത്തിരിക്കുന്ന ഈ ഉരുളേനെ തിന്നായിട്ട് നേരിയതായിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഇതുപോലെ പതുക്കെ വേണം ചെയ്തെടുക്കാൻ. പൊട്ടിപ്പോവാണ്ട് പതുക്കെ നേരിയതായിട്ട്, എത്രത്തോളം നേരിയതാക്കാൻ പറ്റും അത്രയും നേരിയതാക്കിയിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് അധികം കട്ടിയാവാനും പാടില്ല, ലൂസ് ആവാനും പാടില്ല. ഈ ഒരു പാകമാണ് നമ്മുടെ മാവിന് ഇരിക്കേണ്ടത്. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഒരുപാട് കട്ടിയാവാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. അരിപ്പൊടിയുടെ ബ്രാൻഡ് മാറുന്നതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന അളവിൽ ചെറിയ വ്യത്യാസമൊക്കെ വരും. അപ്പോൾ ഇവിടെ തിന്നായിട്ട് വളരെ നേരിയതായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പരിപ്പിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിങ്ങനെ ഒരു ഉരുളയാക്കിയിട്ട് ഇതുപോലെ അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൈഡ് മാവ് ഇതുപോലെ പതുക്കെ കവർ ചെയ്തെടുക്കണം. എല്ലാം പതുക്കെ ചെയ്തെടുത്താൽ മതി, പൊട്ടിപ്പോകാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ കവർ ചെയ്തെടുത്തിട്ട് പതുക്കെ ഒന്ന് നമ്മളെ കയ്യിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കാം, ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട്.
പതുക്കെ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കൂണിൻ്റെ ഷേപ്പിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ ഇങ്ങനെ പതുക്കെ ചെയ്തെടുത്താൽ മതി, പൊട്ടിപ്പോവാണ്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അടുത്തായിട്ട് ഞാൻ ഇതുപോലെ തന്നെ നേരിയതായിട്ട് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ നേരിയതായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ ഫില്ലിങ്, പരിപ്പിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പരിപ്പിൻ്റെ അളവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിപ്പോൾ ഞാനൊരു അടയുടെ ഷേപ്പിലാണ് മടക്കിയെടുക്കുന്നുള്ളത്. അപ്പോൾ പതുക്കെ ഒന്ന് ഇത് മടക്കി കൊടുത്തതിന് ശേഷം പതുക്കെ അതിൻ്റെ സൈഡിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൈക്ക് പകരമായിട്ട് നമ്മുടെ ഫോക്ക് വെച്ചിട്ട് ഇത് ഡിസൈൻ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ വരയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല തിന്നായിട്ടുള്ള ലൈൻ അതിൻ്റെ സൈഡിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും, നല്ലൊരു ഡിസൈൻ ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ കൈ വെച്ചിട്ടേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഞാനത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, സിലിണ്ടർ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. റൗണ്ട് ഷേപ്പ്, നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് നമ്മുടെ മാവ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയൊരു ഇഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കണം. ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ചൂടാക്കിയെടുത്തതിന് ശേഷം ഇഡലി തട്ടിലേക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പിട്ട എടുത്തു വെക്കാം. ഇനി ഇത് അടച്ചു കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിട്ട റെസിപ്പി, നമ്മുടെ പിട്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പിട്ടയിലേക്ക് 2 കുരുമുളകും ചെറിയ കഷ്ണം ക്യാരറ്റൊക്കെ വെച്ചിട്ട് ഒരു സ്നോമാൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പിട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള പിട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ്. അപ്പം ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കാം. കാണാൻ നല്ല ഭംഗിയാണ്. വെള്ള കളറിൽ മഞ്ഞ വരുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. എരിവ് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പരിപ്പ് അരക്കുന്ന സമയത്ത് അതിലിട്ട് കൊടുക്കുന്ന പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയെടുത്താൽ മതി. പിറ്റേക്ക് കോമ്പിനേഷനായിട്ട് നല്ലൊരു അടിപൊളി ചമ്മന്തി റെഡിയാക്കി എടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 ടീസ്പൂൺ നിലക്കടല, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ചെറുനാരങ്ങാ നീര്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ വലിയ സ്പൂണിന് തൈര്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പിറ്റയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തി തന്നെയാണിത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു ചമ്മന്തി നമ്മുടെ ഈ പിട്ട റെസിപ്പി. പിന്നെ ഇതിൻ്റെ കൂട്ടത്ത് കഴിക്കാൻ ഞാനൊരു അടിപൊളി തേങ്ങാ ചമ്മന്തിയും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. തേങ്ങാ ചമ്മന്തി റെഡിയാക്കി എടുക്കാൻ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം സവോള, പിന്നെ ഒരു 2 പച്ചമുളക്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ഒരു കഷ്ണം പുളി, ഒരു നുള്ള് ഇട്ട് വിട്ടില്ല എന്നുള്ള പാകത്തിന് പുളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അടച്ചിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ആ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഒരു പാൻ ചൂടാക്കിയെടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം.
വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്. അത് കഴുകിയതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ആയതിനു ശേഷം ഇത് നമ്മുടെ ചമ്മന്തിയിലേക്ക് താളിച്ച് വയ്ക്കാം. അപ്പോൾ കടുക് താളിച്ച് കഴിയുമ്പോൾ അപ്പോൾ തന്നെ ഒന്ന് അടച്ചു വെക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ചമ്മന്തിക്ക് ആ മണം മൊത്തമായിട്ട് മുഴുവനായിട്ടും കിട്ടും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിറ്റയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ചമ്മന്തിയാണ് രണ്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു റെസിപ്പി ഹെൽത്തിയാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.